പടച്ചോൻ നാളെ പരലോകത്ത് ചോദിക്കുന്ന രംഗത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ മഹിഷറയിൽ പടച്ചോൻ ആദ്യം വിചാരണയ്ക്ക് വിളിക്കുക വ്യക്തിപരമായിട്ട്, ഇൻഡിവിജ്വലായിട്ട്. ഒറ്റക്ക് അൻസാറിന് അള്ളാഹു വിചാരണയ്ക്ക് വിളിച്ചെന്ന് കരുതുക. അള്ളാഹുവിന്റെ നിസ്കാരം നോക്കി, ഓക്കെ. നോമ്പ് നോക്കി, ക്ലിയർ. എല്ലാ ഇബാദത്തുകൾക്കും നല്ല ഭംഗിയും എല്ലാം ഉണ്ട്, ഒക്കെ ശരി. ഇതോടുകൂടി എന്റെ വിചാരണ അവിടെ അവസാനിക്കുന്നില്ല. പിന്നെ റബ്ബ് വിളിക്കുന്നത് നേരെ എന്റെ മറുഭാഗത്തിന്റെ വാപ്പനെയും ഇവനെയും കൊണ്ടച്ചു നിർത്തും. എന്റെ മാതാപിതാക്കളോട് ചോദിക്കും, ഒരു മകൻ എന്ന നിലക്ക് അൻസാർ ഒരു വിജയമായിരുന്നോ? നിങ്ങൾക്കൊരു സമാധാനം തന്നിരുന്നു? അന്നിന്റെ വാപ്പയുമ്മയും പറയാ, പടച്ചോനെ 5 എണ്ണത്തിന് പെറ്റു നോക്കാൻ ഞങ്ങൾക്കൊരു കഷ്ടപ്പാടുമില്ലായിരുന്നു, പക്ഷെ ഞങ്ങളിൽ ഒരാളെ നോക്കാൻ ഈ മക്കൾക്കൊക്കെ കണക്കായിരുന്നു റബ്ബേ എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ പടച്ചോന്റെ നോമ്പും നിസ്കാരമൊക്കെ വെട്ടിക്കളയുന്ന. ഇന്ന് അങ്ങനെയാണല്ലോ. ഒരു വാപ്പയും മക്കളെ നോക്കുന്നതിന് ഒരു കണക്കുമില്ല. ഈ ഇരിക്കുന്ന എത്ര അമ്മാരെയും വാപ്പാരെയും കൈമേൽ മക്കളെ നോക്കിയതിന്റെ കണക്കുണ്ട്. ഒരു ഉറുപ്പ്യന്റെ കണക്ക് പോലും വാപ്പാരെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വാർദ്ധക്യത്തിൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 3 മാസം ആകുമ്പോഴേക്കും മതിയാവുക. ഓം മൂത്തോളോട് വിളിച്ചറിയും, 3 മാസമായില്ലേക്കും ഉമ്മ വട കുറച്ച് ഈ ഉണ്ടോ നോക്കിക്കോ, ഞാക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥ. 3 മാസം കൊണ്ട് മക്കൾക്ക് മതിയാകും. അത് മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവനോട് പറയും, പടച്ച റബ്ബേ 5 എണ്ണത്തിന് നോക്കാൻ ഒരു കണക്കും ഞാനും മൂപ്പരും വെച്ചിട്ടില്ല. പക്ഷെ മൂപ്പര് മണ്ണിന്റെ അടിയിലേക്ക് പോയതിനു ശേഷം എന്റെ 5 മക്കൾക്കും കൂടിയും ഇന്നെ നോക്കി എന്റെ കണക്ക് പറയാനേ നേരമുള്ളതായിരുന്നു എന്നൊരു ഉമ്മ പറഞ്ഞ നിങ്ങളും സലഫി മഹ്തയല്ല, നിസ്കാരപ്പായ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ചോൻ വിടൂലട്ടോ. അല്ല ഒരു സമാധാനവും പിന്നെ നിങ്ങൾക്ക് മരണാനന്തര ലോകത്ത് തരൂല, ഖബറിൽ പോലും പടച്ചോൻ ഒരു സ്വൈര്യം തരൂലാന്ന്.